ദുബായ് റോഡുകളിൽ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പരിസ്ഥിതി ആഘാതം കുറയ്ക്കണമെന്ന സന്ദേശവുമായാണ് നഗരത്തിൽ 5ാമത് കാർ രഹിത ദിനം ആചരിച്ചത്. ദുബായ് പോലീസ് മേധാവി ഹമീസ് മത്താർ, മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ ഹുസൈൻ നാസർ ലൂത്ത തുടങ്ങി ഉന്നത ഉദ്യോഗസ്ഥർ വരെ സാധാരണക്കാർക്കൊപ്പം മെട്രോയിലാണ് ഓഫീസിലേക്ക് പുറപ്പെട്ടത്. ഫീൽഡ് ചുമതലകളില്ലാതെ ഓഫീസ് ജോലികൾ മാത്രം ചെയ്യുന്ന ജീവനക്കാർക്ക് പൊതുഗതാഗത സംവിധാനം നിർബന്ധമാക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് ലൂത്ത പറഞ്ഞു. Type of work on the Dubai municipality, it's a field work. So if it's office work, we will force them, not encourage them, we will force them if only office work. 100-ലധികം മുനിസിപ്പാലിറ്റി ജീവനക്കാർ മോട്ടോർ വാഹനങ്ങൾ ഉപേക്ഷിച്ച് സൈക്കിളിൽ റാലിയായാണ് ഓഫീസിലെത്തിയത്. ദേറ സിറ്റി സെന്റർ മുതൽ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ മെയിൻ ഓഫീസ് വരെയായിരുന്നു ഇന്നത്തെ ഈ സൈക്കിൾ റാലി. ഓരോ കാർ രഹിത ദിനം പിന്നിടുമ്പോഴും ഇതിൽ പങ്കാളിയാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ദുബായ് മുനിസിപ്പാലിറ്റി 2009-ലാണ് കാർ രഹിത ദിനം ആദ്യമായി ആചരിക്കുന്നത്. ഏകദേശം 1000-ൽ താഴെ എംപ്ലോയീസ് അവരുടെ കാറുകൾ വീട്ടിൽ ഉപേക്ഷിച്ച് ഓഫീസിലേക്ക് വന്ന ഒരു ദിവസമായിരുന്നു അത്. ഇന്നിപ്പോൾ 5ാമത്തെ വർഷം എത്തി നിൽക്കുമ്പോൾ ഏകദേശം നമ്മുടെ ഒരു പ്രതീക്ഷ അനുസരിച്ച് 7000-ലധികം കാറുകൾ ഇന്ന് നിരത്തിലിറങ്ങിയിട്ടില്ല. ദിനാചരണത്തിന്റെ ഭാഗമായി പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളുടെ പ്രദർശനവും കലാപ്രകടനവും ഒരുക്കിയിരുന്നു. ഇപ്പോൾ മെട്രോ ഉപയോഗിക്കുന്നവരിൽ 20% സ്വന്തമായി വാഹനമുള്ളവരാണ്. സ്വകാര്യ വാഹനങ്ങൾ ഉപേക്ഷിച്ച് പൊതുഗതാഗത സംവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാർ. ദുബായ് മെട്രോയിൽ നിന്നും ക്യാമറമാൻ യൂസഫലിക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1.